കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാക്കി വെച്ച കാര്യങ്ങൾ കേൾക്കാം. സജ്ജനങ്ങളുടെ സുഹൃത്തുമായ ഭഗവാൻ പോകാൻ ഭാവിച്ചെങ്കിലും ഭക്തോത്തമനായ പൃഥുവിനെ അനുഗ്രഹിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവിടെ തന്നെ കുറച്ച് സമയം കഴിച്ചു. അപ്പം അദ്ദേഹം ഈ ആദരവുകളെല്ലാം ഏറ്റുവാങ്ങിച്ചു. വാങ്ങി സമുചിതങ്ങളായിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ അർച്ചിച്ചത് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം അവസാനം പൃഥു മഹാരാജാവ് തൻ്റെ തന്നെ ശരീരത്തെ അർച്ചിച്ചപ്പോൾ അതും സ്വീകരിച്ചു. എന്നിട്ട് ഭഗവാൻ അവിടുന്ന് പോകാൻ ഭാവിച്ചു. എങ്ങനെയുള്ള ഭഗവാൻ? സജ്ജനങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ. സജ്ജനം ദുർജനം തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിന്തകൾ കൊണ്ട് കാലുഷ്യമായ ബോധത്തോടു കൂടിയവർ ദുർജനം, ചിന്തകളില്ലാതെ നിർമ്മലമായ മനസ്സോടു കൂടിയവർ സജ്ജനം. അപ്പം സജ്ജനങ്ങളുടെ സുഹൃത്താണ് ഭഗവാൻ. ചിന്തകൾ കൊണ്ട് കലുഷിതമാകാത്ത ബോധം ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരുടെയും സുഹൃത്ത് തന്നെയാണ് ഭഗവാൻ. പക്ഷേ അത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. കലക്കവെള്ളത്തിൽ സൂര്യബിംബമോ ചന്ദ്രബിംബമോ പ്രതിബിംബിച്ച് കൃത്യമായി കാണാൻ സാധിക്കില്ല. അവിടെ സൂര്യന്റെയോ ചന്ദ്രന്റെയോ പ്രതിബിംബം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ആ കലക്കൽ അടിഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ പ്രതിബിംബം തെളിഞ്ഞു വരും. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൂര്യചന്ദ്രബിംബങ്ങളുടെ പ്രതിബിംബത്തെ കലക്കവെള്ളത്തിൽ തെളിയിക്കുവാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കലങ്ങൾ അടിയാൻ അനുവദിച്ചാൽ മതി. കലക്കൽ അലിയുമ്പോൾ പ്രതിബിംബം താനെ തെളിഞ്ഞു വരും. അപ്പം ദുർജനങ്ങൾ എന്ന് പറയുന്നത് ചിന്താകലുഷിതമായ മനസ്സോടു കൂടിയവരാണ്. സജ്ജനം എന്ന് പറഞ്ഞാൽ ചിന്താ കാലുഷ്യമില്ലാത്ത മനസ്സോടു കൂടിയവർ. ചിന്തകളുടെ കാലുഷ്യമില്ലായ്മയെയാണ് ചിത്തശുദ്ധി എന്ന് വിളിക്കുന്നത്. അപ്പം ശുദ്ധചിത്തരായിട്ടുള്ളവരുടെ സജ്ജനങ്ങളുടെ സുഹൃത്താണ് ഭഗവാൻ. അല്ലാത്തവരുടെയും സുഹൃത്ത് തന്നെയാണ് ഭഗവാൻ. പക്ഷെ അവർക്ക് ഈ ചിന്തകളുടെ വേലിയിറക്കങ്ങൾക്കിടയിൽ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജനങ്ങൾക്ക് പക്ഷെ ഇതെന്തായാലും തിരിച്ചറിയുവാനും സാധിക്കും. സജ്ജനങ്ങളുടെ സുഹൃത്തായ ഭഗവാൻ പോകാൻ ഭാവിച്ചെങ്കിലും, ഇപ്പൊ നമുക്ക് ഭഗവാനോടുള്ള ആ പരമമായ പ്രേമം ഭഗവാന് നമ്മളോടുമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അദ്ദേഹം പോകാൻ ഭാവിച്ചെങ്കിലും ഭക്തോത്തമനായ പൃഥുവിനെ അനുഗ്രഹിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവിടെ തന്നെ കുറച്ചു നേരം ചെലവഴിച്ചു. അദ്ദേഹം പോയില്ല. പോണം എന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് പോകാൻ തോന്നുന്നില്ല. അപ്പം ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് റെസിപ്രൊക്കേറ്റീവ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതാണ്. ഇതൊരു വൺ വേ അല്ല. ഇത് ഇവിടുന്ന് അങ്ങോട്ട് മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവും. ഭഗവാനെ അർച്ചിക്കുമ്പോൾ ആ അർച്ചന കൃത്യമാണോ എന്ന് നമ്മൾ എങ്ങനെയാ അറിയുക? വർദ്ധിച്ചു വരുന്ന ഭക്തി ആദരവുകൾ കൊണ്ടാണ് നമ്മളത് തിരിച്ചറിയുക. ഭഗവാൻ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഭഗവാൻ നമ്മുടെ സമീപത്ത് നിന്ന് പോകാൻ വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഭഗവത് അനുഗ്രഹത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ പൃഥുവിനെ വിട്ടു പോകാനും മടിച്ചു. അതെന്ത് ചെയ്തു? ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ചു. താമര ഇതൾ പോലെ സുന്ദരങ്ങളായ നേത്രങ്ങൾ കൊണ്ട് ഭഗവാൻ പൃഥുവിനെ കടാക്ഷിച്ചു കൊണ്ടിരുന്നു. പൃഥു മഹാരാജാവ് ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്നു, ഭഗവാൻ പൃഥു മഹാരാജാവിനെയും നോക്കിക്കൊണ്ടിരുന്നു. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം നമ്മൾ ഭഗവത് ദർശനത്തിനായിക്കൊണ്ടാണ് അമ്പലങ്ങളിൽ പോവുക. നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ദർശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഭഗവാൻ നമ്മളെ ദർശിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മളെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമായി തീരുന്നത് ക്ഷേത്ര നടയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഭഗവാനും നമ്മളെ നോക്കുകയാണ്. നമ്മൾ ഭഗവാനെ കാണുന്നു, ഭഗവാൻ നമ്മളെയും കാണുന്നു. ആ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുക, ബന്ധം ദൃഢമാകും. അപ്പൊ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ സുന്ദരങ്ങളായിട്ടുള്ള നേത്രങ്ങളെ കൊണ്ട് ഭഗവാൻ പൃഥുവിനെ നോക്കിക്കൊണ്ടേയിരുന്നു, കടാക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഭഗവാൻ പോവാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ ആദിരാജാവായ പൃഥു അഞ്ജലീബദ്ധനായി തൊഴുതു നിന്നു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു നിന്നതിനാൽ ഭഗവാനെ ശരിക്കും നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല.
അദ്ദേഹം ഭഗവാൻ പോവാൻ തുടങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിയ പൃഥു മഹാരാജാവിൻ്റെ ഉള്ളില് ഭക്തി അതിൻ്റെ മറ്റൊരു ഭാവത്തിലേക്ക് പകർന്ന് തുടങ്ങി. വിപ്രലംഭ ശൃംഗാരം, സംഭോഗ ശൃംഗാരവും വിപ്രലംഭ ശൃംഗാരവും, അങ്ങനെ രണ്ട് ശൃംഗാരഭാവങ്ങളാണ് ഉള്ളത്. ഒന്ന് വേർപെട്ട് നിൽക്കുന്ന കമിതാക്കളുടെ ഇടയിലുള്ള പ്രേമം, അത് വിപ്രലംഭം. മറ്റേത് സംഭോഗ ശൃംഗാരം എന്ന് പറഞ്ഞാൽ യോജിച്ചു നിൽക്കുന്ന കമിതാക്കളുടെ ഇടയിലുള്ള പ്രേമം. അതിലേറ്റവും ഉയർന്ന തരത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത് ഈ വിപ്രലംഭ ശൃംഗാരത്തിലൂടെ വരുന്ന ഭക്തിയാണ്. ഭഗവാനുമായിട്ട് യോജിച്ച് നിൽക്കാതെ വേർപിരിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ആ ഭക്തിയാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭക്തി. അതുകൊണ്ടാണ് ഗോപികമാരുടെ ഭക്തി ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയായി തീരുന്നത്. സംഭോഗ ശൃംഗാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് വിപ്രലംഭ ശൃംഗാരം. അപ്പം ഇവിടെ യോജിച്ച ആ ഭക്തി, സംഭോഗ ശൃംഗാരത്തിൻ്റെ ഭക്തിയുടെ തലം കഴിഞ്ഞു. ഇനി വിപ്രലംഭ ശൃംഗാരത്തിൻ്റെ ഭക്തിയുടെ തലത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഭക്തിയെ ഭഗവാൻ തന്നെ പതുക്കെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. ഭഗവാൻ പോവാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ ആദിരാജാവായ പൃഥു അഞ്ജലീബദ്ധനായി തൊഴുതു നിന്നു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു നിന്നതിനാൽ മനസ്സിലെ ഭാവം ശരീരത്തിൽ പ്രകടമാവുകയാണ്. ഭഗവാന്റെ ആ വേർപാട് ആത്യന്തികമായിട്ട് താൻ ഭഗവാനുമായിട്ട് വേർപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും താത്കാലികമായിട്ടുള്ള ഈ വേർപാട് അദ്ദേഹത്തിന് ദുസ്സഹമാണ്. അത് അദ്ദേഹത്തിൽ കണ്ണുനീർ ജനിപ്പിച്ചു. ആ കണ്ണുനീർ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാനെ ശരിക്കും നോക്കാൻ കഴിഞ്ഞില്ല. ഗദ്ഗദ കണ്ഠനാകയാൽ ഒന്നും പറയാനും പറ്റിയില്ല. ശരീരം ആ ഉദാത്തമായ ഭക്തിയുടെ ഭാവത്തെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലൂടെയാണ് അത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഈ പൃഥു മഹാരാജാവിൻ്റെ ഉദാത്ത ഭക്തിയെ ഭഗവാൻ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം പ്രകടമാക്കുന്ന ലക്ഷണങ്ങളിലൂടെയാണ്. ഗദ്ഗദ കണ്ഠനാകയാൽ ഒന്നും പറയാനും പറ്റിയില്ല. അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ മനസാ ഭഗവാനെ ആലിംഗനം ചെയ്തു ധ്യാനിച്ച് ഉറപ്പിച്ചു. അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഭഗവാനെ വേർപിരിയാൻ പോവുകയാണല്ലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കണ്ണുനീർ നിറഞ്ഞ് കണ്ണ് കാണാതായി, തൊണ്ടയിടറി. അപ്പൊ അത് കർമ്മേന്ദ്രിയാണ്, വാഗേന്ദ്രിയം, വാക്ക് പുറത്തോട്ട് വരാതെ. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഈ ഉദാത്തമായ ഭക്തിയുടെ തലത്തിൽ സ്തംഭിച്ചു, നിശബ്ദമായി, ശാന്തമായി. മനസ്സുകൊണ്ട് അദ്ദേഹം ഭഗവാനെ ആലിംഗനം ചെയ്തു. ഭഗവാൻ എന്ന് പറയുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകം, ചിദാനന്ദ സ്വരൂപിയാണ് ഭഗവാൻ. ആ ചിദാനന്ദ സ്വരൂപിയായ ഭഗവാനെ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു, ബുദ്ധി കൊണ്ട് ധ്യാനിച്ചുറപ്പിച്ചു. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളുടെ ബഹിർഗമനത്തെ നിരോധിച്ച് മനസ്സിനെ ഭഗവാനിൽ നിശ്ചലമാക്കി ബുദ്ധി അവിടെ ഉറപ്പിച്ചു. 24 തത്വങ്ങളും ശാന്തമായി ആ ഭഗവത് സ്വരൂപത്തെ ദർശിച്ചു. പിന്നീട് കണ്ണുനീർ തുടച്ചു കളഞ്ഞ ശേഷം നോക്കിയിട്ടും മതിവരാത്ത കണ്ണുകളോടെ പാദങ്ങളെ ഭൂമിയിൽ ഉറപ്പിച്ചുകൊണ്ടും കൈത്തലം ഗരുഡന്റെ ഉയർന്നു നിൽക്കുന്ന കഴുത്തിൽ വെച്ചുകൊണ്ടു നിൽക്കുന്ന പരമപുരുഷനോട് മഹാരാജാവ് പറഞ്ഞു. പിന്നീട് കണ്ണുനീർ തുടച്ചു കളഞ്ഞ ശേഷം നോക്കിയിട്ടും മതിവരാത്ത കണ്ണുകളോടെ, ഈ ഭഗവാനെ എത്ര കണ്ടാലും മതി വരില്ല. നമുക്ക് സാധാരണ ഒരു കാഴ്ച പലയാവർത്തി കണ്ടാൽ അത് വിരസമാകും. ഒരേ ഗാനം പലയാവർത്തി കേട്ടാൽ വിരസതയുണ്ടാകും. ആവർത്തനം നമ്മുടെ ജീവിതത്തിൽ വിരസതയെ ഉണ്ടാക്കുമെങ്കിൽ ഈശ്വരോന്മുഖമായുള്ള പ്രയാണത്തിൽ വെളിപ്പെടുന്ന ഭഗവത് സാമീപ്യം
എത്ര ആവർത്തിക്കപ്പെട്ടാലും വിരസതയെ ഉണ്ടാക്കുകയില്ല എന്നും കൂടിയാണ് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈശ്വരോന്മുഖമായ ചര്യയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആവർത്തനം ക്ഷമമാണ് എങ്കിലും, ആവർത്തിക്കപ്പെടുന്നതാണ് എങ്കിലും അത് വിരസതയെ ഉണ്ടാക്കില്ല. ഈ ഭഗവാനെ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെയും കാണാൻ തോന്നും, പിന്നെയും ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഭഗവാനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ചമത്കാരത്തോടെ, അത്ഭുതത്തോടെ, സന്തോഷത്തോടെ, പ്രേമാധിക്യത്തോടു കൂടി കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആ നിമിഷത്തിൽ നിലയുറപ്പിക്കുകയാണ് എന്നാണ് അർത്ഥം. നമ്മൾ ഭൂതകാലത്തിന്റെ പശ്ചാത്തലത്തിലൂടെ വർത്തമാനകാലത്തിൽ സംഭവിക്കുന്നതിനെ വീക്ഷിക്കുമ്പോഴാണ് ആവർത്തനം വിരസതയെ ഉണ്ടാക്കുന്നത്. ഭൂതകാലത്തിന്റെ പശ്ചാത്തലം, ഭൂതകാലം എന്ന് പറഞ്ഞാൽ ആർജിതമായ അറിവുകളുടെ പശ്ചാത്തലം, ഓർമ്മകളുടെ പശ്ചാത്തലം. ആ ഓർമ്മകളുടെ ആർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നതിനെ വീക്ഷിക്കുമ്പോഴാണ് ആവർത്തന വിരസതയുണ്ടാകുന്നത്. ഭൂതകാലഘട്ടത്തിന്റെ സ്പർശമില്ലാത്തത് കൊണ്ട് തന്നെ ഭാവി കാലഘട്ടത്തിന്റെ ഉദ്വേഗവും ഉണ്ടാവുകയില്ല. ആർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിലല്ലാതെ അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ പുതുതായിട്ടറിയുന്നതല്ല, ആ മൊമെന്റിൽ നിലകൊള്ളുകയാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റും ഫ്യൂച്ചറും ഒന്നുമില്ല. ആ മൊമെന്റ് എന്ന് പറയുന്നത് പ്രസന്റ് അല്ല. പ്രസന്റ് ആവുന്നതും ഈ ആർജിതമായ അറിവ് ഇടപെടുമ്പോൾ മാത്രമാണ്. അപ്പം നമ്മൾ ഭഗവാനെ കണ്ടിട്ടും മതി വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ബോധം അബ്സല്യൂട്ട് നൗവിൽ നേരെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. അത് പാസ്റ്റിലേക്കും പോകുന്നില്ല, ഫ്യൂച്ചറിലേക്കും പോകുന്നില്ല. ആർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിലല്ല ഭഗവാനെ കാണുന്നത്. പുതുതായിട്ട് ഓരോ നിമിഷവും അതിൻ്റെ പുതുമയെ ഉണർത്തുന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ ചമത്കാരം ഇല്ലാതെയാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നോക്കിയിട്ടും മതി വരാത്ത കണ്ണുകളോട് അവിടെ ആർജിതമായ അറിവുകൾ തള്ളിക്കയറുന്നില്ല. ആ നിമിഷത്തിൽ ആ നിമിഷം മാത്രമേ ഉള്ളൂ. ആ കാഴ്ചയിൽ ആ കാഴ്ച മാത്രമേ ഉള്ളൂ. മുമ്പ് കണ്ട കാഴ്ചകളുടെ സ്വാധീനമില്ല. വരാൻ പോകുന്ന കാഴ്ചകൾ ഉണർത്തുന്ന ഉദ്വേഗവും ഇല്ല. അതുകൊണ്ടാണ് നോക്കിയിട്ടും മതി വരാത്ത കണ്ണുകളോടെ പാദങ്ങളെ ആരെ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പാദങ്ങളെ ഭൂമിയിൽ ഉറപ്പിച്ചുകൊണ്ടും കൈത്തലം ഗരുഡന്റെ ഉയർന്നു നിൽക്കുന്ന കഴുത്തിൽ വെച്ചുകൊണ്ടും നിൽക്കുന്ന പരമപുരുഷനോട് പാദപത്മങ്ങളെ ഭൂമിയിൽ ഉറപ്പിച്ചുകൊണ്ടും, ഭൂമിയിലാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അദ്ദേഹം ഏതോ ഉട്ടോപ്യൻ തലത്തിലല്ല, ഭഗവാൻ ഏതോ ഉട്ടോപ്യൻ തലത്തിലല്ല, ഏതോ സൈദ്ധാന്തിക തലത്തിലല്ല. അദ്ദേഹം ഈ ഭൂമിയിൽ നിലയുറപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭൂമിയിൽ പാദങ്ങളെ ഭൂമിയിൽ ഉറപ്പിച്ചുകൊണ്ടും കൈത്തലം ഗരുഡന്റെ ഉയർന്നു നിൽക്കുന്ന കഴുത്തിൽ വെച്ചുകൊണ്ടും. ഗരുഡൻ എന്ന് പറയുന്നത് വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ്. ഇപ്പൊ ഭൂമിയിൽ നിലയുറച്ചുകൊണ്ട് അനന്തവിഹായസിൽ പറന്നുയരാൻ കഴിവുള്ള ആ പക്ഷിയുടെ കഴുത്തിൽ കൈവച്ചിരിക്കുകയാണ്. ഭൂമി മുതൽ ആകാശം വരെ വ്യാപിച്ചു നിൽക്കുന്ന പരമമായ തത്വം. ആ തത്വത്തെ എത്ര കണ്ടിട്ടും അദ്ദേഹത്തിന് മതിയായിട്ടില്ല. ഈശ്വരോന്മുഖമായിട്ടുള്ള അനുഭവം വിരസതയെ ഉണർത്തുകയില്ല. അതെത്ര ആവർത്തിച്ചാലും അത് വിരസത ഉണ്ടാക്കുകയില്ല. അതെത്ര കണ്ടാലും മതി വരികയില്ല. ആ പരമപുരുഷനോട് മഹാരാജാവ് പറഞ്ഞു. മഹാരാജാവ് പരമപുരുഷനോട് പറയാണ്. ഇതുവരെ ഭഗവാൻ പൃഥു മഹാരാജാവിനോടാണ് പറഞ്ഞത്. അദ്ദേഹം പോകാൻ തുടങ്ങുമ്പോഴാണ്, പൂജയൊക്കെ ഏറ്റുവാങ്ങി പോകാൻ തുടങ്ങുമ്പോഴാണ് പൃഥു മഹാരാജാവ് ഭഗവാനോട് സംസാരിക്കുന്നത്. വളരെ തിരക്കുള്ള ആളായിരിക്കണം ഭഗവാൻ. ഈ 7-14 ലോകങ്ങളിലെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന് വേണമെങ്കിൽ പൃഥു മഹാരാജാവിനോട് പറയായിരുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കേൾക്കാം,
പൃഥു മഹാരാജാവ് ഇപ്പം ടൈമില്ല, എനിക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ മാത്രം ഇടപെടുക എന്നുള്ളതല്ല എൻ്റെ ജോലി. എൻ്റെ ഉത്തരവാദിത്തം സകല ജീവജാലങ്ങളുടെ ജീവിതങ്ങളിലും ഇടപെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഭഗവാന് പോകാമായിരുന്നു. പക്ഷെ ഭഗവാൻ ഇത് ചെയ്യുന്നില്ല. അതായത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം പാരസ്പര്യത്തോടു കൂടിയതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതാണ്. അവിടെ ഭയമില്ല, അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അവിടുത്തെ ആദരവ് പോലും, ഭഗവാനുള്ള ആദരവ് പോലും ഭയം ഉണർത്തുന്നതല്ല. ഭഗവാനോടുള്ള ആദരവ് ഭക്തിയെയാണ് ഉണർത്തുന്നത്, ഭയത്തെയല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അത് കേട്ട് നിൽക്കും. അപ്പൊ ഭഗവാനോട് അദ്ദേഹം പറയുകയാണ്, സർവസമർത്ഥനും മോക്ഷപ്രദായകനുമായ സർവേശ്വര, സത്വരജസ്തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലുള്ള ആസക്തി മൂലം നീചയോനികളിൽ ജനിച്ച ജീവികൾക്ക് പോലും സുലഭമായി സിദ്ധിക്കുന്ന നിസ്സാര കാര്യങ്ങളാണ് വിഷയസുഖഭോഗലബ്ധിക്ക് ഉപകരിക്കുന്ന വസ്തുക്കൾ. പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യാൻ സമർത്ഥനായ അങ്ങയോട് നിസ്സാരങ്ങളും നശ്വരങ്ങളുമായ ലൗകിക സുഖഭോഗങ്ങളെ വിദ്വാൻമാർ വരിക്കുമോ? ഇല്ല തന്നെ. കാരണം അവയൊന്നും ശാശ്വതങ്ങളല്ല, സങ്കട സംവർദ്ധകങ്ങളാണു താനും. ആയതിനാൽ ആ വിധത്തിലുള്ള സുഖഭോഗങ്ങളൊന്നും തന്നെ ഞാൻ അങ്ങയിൽ വരിക്കുന്നില്ല, അങ്ങയിൽ നിന്ന് വരിക്കുന്നില്ല. സർവസമർത്ഥനും മോക്ഷപ്രദായകനുമായ സർവേശ്വര, എല്ലാവരുടെയും ഈശ്വര, അംഗീകരിക്കുന്നവരുടെയും അംഗീകരിക്കാത്തവരുടെയും ഈശ്വര. അംഗീകരിക്കുന്നവരുടെ അംഗീകാരത്തോടു കൂടിയിട്ടുള്ള വാക്കുകളെ ഉതിർക്കുന്നതും അംഗീകരിക്കാത്തവരുടെ അംഗീകരിക്കാത്ത വിധത്തിലുള്ള വാക്കുകളെ ഉതിർക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ബോധത്തിൽ നിന്ന് വാക്കുകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഞാൻ എന്ന നമ്മളുടെ പ്രയത്ന ഫലമായിട്ടല്ല. ഞാൻ ഇപ്പൊ പറയുന്ന വാക്കുകൾ ഞാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല, അത് എന്നിലൂടെ വരുന്നതാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ചിന്തകൾ നിങ്ങൾ ഉദ്ദേശിച്ച് ചിന്തിക്കുന്നതല്ല, അത് താനെ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ എല്ലാത്തിൻ്റെയും ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും ഈശ്വരനാണ് ഭഗവാൻ. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഭഗവാൻ ആരുടെ അംഗീകാരമൊന്നും വേണ്ട. അംഗീകാരം കിട്ടാൻ വേണ്ടി ഭഗവാൻ അങ്ങനെ വിഷമിച്ച് നടക്കുകയുമല്ല. ഈ ലോകത്തുള്ളവർ മുഴുവൻ നിരീശ്വരവാദികളായി തീർന്നാലും ഭഗവാൻ തൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേ ഇരിക്കും. അതിന് അദ്ദേഹത്തിന് വലിയ വിഷമമൊന്നുമില്ല. കാരണം അംഗീകരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഈശ്വരൻ, എല്ലാവരുടെയും ഈശ്വരൻ, സർവേശ്വര. സർവസമർത്ഥനും മോക്ഷപ്രദായകനും. സർവസമർത്ഥനാണ് അദ്ദേഹം. സർവതന്ത്ര സ്വതന്ത്രനായ അദ്ദേഹം സ്വതന്ത്രമായത് പരതന്ത്രമായി തീരുകയാണ്, സ്വാതന്ത്ര്യമില്ലാത്തതായി തീരുകയാണ്, അല്പ സ്വാതന്ത്ര്യത്തോടു കൂടിയവരായി തീരുകയാണ്. ഈ ലോകത്തുള്ള പല ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാന്റെ ആവിഷ്കാരമാണ്. അപ്പോൾ സർവതന്ത്ര സ്വതന്ത്രനായ അദ്ദേഹത്തിന് ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്തതായി തീരുവാനും സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സാമർഥ്യമാണ്. അനവധി കഥാപാത്രങ്ങളെ അഭിനയിച്ച് പ്രതിഫലിക്കുവാൻ കഴിവുള്ള ഒരു നടി ഒരു കഥാപാത്രമായി തീരുന്നത്, തൻ്റെ മറ്റ് കഴിവുകളെയെല്ലാം ഒതുക്കി ഒരു കഥാപാത്രമായി ആടുന്നത് സാമർഥ്യമാണ്. സാമർഥ്യം ഇല്ലെങ്കിൽ അത് ശരിയാവൂല. അപ്പം സർവസമർത്ഥനം എന്ന് പറഞ്ഞാൽ ഏത് വേഷം കെട്ടി ആടാനും സമർത്ഥൻ, ഏത് തരത്തിലുള്ള അസ്വാതന്ത്ര്യവും സ്വയം സ്വീകരിക്കുവാൻ സമർത്ഥൻ. ഒരു കഥാപാത്രം അസ്വതന്ത്രമാണ്. അതിന് മറ്റ് കഥാപാത്രങ്ങളുടെ അംശങ്ങളെ ഒന്നും സ്വാംശീകരിക്കാൻ പറ്റില്ല. അത് പരിമിതമായതാണ്. പരിമിതമായതെല്ലാം സ്വാതന്ത്ര്യ പരിമിതികളോട് കൂടിയത് തന്നെയാണ്. അപ്പോൾ അനന്ത കഥാപാത്രങ്ങളെ
അഭിനയിച്ചു പ്രതിഫലിപ്പിക്കുവാൻ കഴിവുള്ള ഒരു നടി മറ്റ് കഥാപാത്രങ്ങളെയെല്ലാം ഒതുക്കി ഒരു കഥാപാത്രത്തെ പ്രകടമാക്കുമ്പോൾ അത് പരിമിതിയാണ്. ആ പരിമിതി സ്വയം സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് സാമർഥ്യമാണ്. അതുകൊണ്ട് സർവസമർത്ഥനും, മറ്റൊരർത്ഥം ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിയും. ഇപ്പം ഈ ലോകത്തുള്ളത് എന്തും ചെയ്യുവാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിയും. സർവസമർത്ഥനും മോക്ഷപ്രദായകനും. അതേ സമയത്ത് ആ പരിമിതികളിൽ നിന്ന് മുക്തി നേടുവാനും അദ്ദേഹത്തിന് സാധിക്കും. പരിമിതികളോടുകൂടിയുള്ളതായി തീരുവാനും അപരിമിതമായതായി തീരുവാനും അദ്ദേഹത്തിന് സാധിക്കും. പരിമിതികളോട് കൂടിയതായി തീരുന്നത് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം, അപരിമിതമായി തീരുന്നതും അദ്ദേഹത്തിൻ്റെ സാമർഥ്യം. സർവസമർത്ഥനും മോക്ഷപ്രദായകനുമായ സർവേശ്വര. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം. ഇനി ആ പാരഗ്രാഫ് ഇന്നിപ്പം നമ്മൾ എടുത്താൽ നമുക്ക് മുഴുവനാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം.